എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് വല്ലാണ്ട് ഇമോഷണൽ കണക്ഷനും അല്ലെങ്കിൽ ഒരുപാട് ഒരു ഇൻറ്റിമസിയും അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ജീവിതകാലം മുഴുവൻ ആ ഒരു വ്യക്തിയെ കൂടെ വേണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹവുമൊക്കെ തോന്നുമ്പോൾ അവർ പറയുന്ന 7 വാക്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഒന്നോ രണ്ടോ കണ്ടുകൊണ്ട് നമുക്ക് അവർക്ക് അത്രയൊരു ഇഷ്ടമുണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇതുപോലത്തെ ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഫ്രണ്ട്ഷിപ്പിലും അവരിങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഒന്നാമതായിട്ട് ഒരു പെൺകുട്ടി നിങ്ങളോട് പറയുകയാണെന്ന് കരുതുക, ഞാൻ സാധാരണ ഇത്തരം കാര്യങ്ങളൊന്നും ആർക്കു വേണ്ടിയും ചെയ്യാറില്ല, അല്ലെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്യുന്നത്, അത് നിനക്ക് വേണ്ടിയിട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായത്, മറ്റാർക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഞാനിത് ചെയ്യുമായിരുന്നില്ല എന്നൊരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളോട് അത്രയ്ക്ക് മാനസിക അടുപ്പമുണ്ട്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്ഥാനം അവരുടെ ഉള്ളിൽ വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കാൻ തയ്യാറായി. അല്ലെ അവർ സാധാരണഗതിയിൽ ചെയ്യാൻ ധൈര്യപ്പെടാത്ത അല്ലെങ്കിൽ ചെയ്യത്തില്ലാത്ത ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു, അല്ലെ എന്തൊക്കെയോ റിസ്കുകൾ അവർ നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയും നിങ്ങളും 2 വ്യത്യസ്ത ജില്ലകളിൽ താമസിക്കുന്നവരാണെന്ന് കരുതാം. അപ്പോൾ ഒരു സ്ത്രീ പെൺകുട്ടി നിങ്ങളെ കാണാനായിട്ട് അവളുടെ ജില്ലയിൽ നിന്നും നിങ്ങളുടെ ജില്ലയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. അപ്പോഴവൾ പറയാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, ഞാൻ സാധാരണ ഇത്ര ദൂരം ഒന്നും യാത്ര ചെയ്യാറില്ല, പ്രത്യേകിച്ച് മറ്റൊരു ജില്ലയിലേക്ക് ഞാൻ തന്നെ പോയിട്ടില്ല, പക്ഷേ നീ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിന്നെ കാണാൻ വേണ്ടി മാത്രമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നത്. അപ്പോൾ ഇത്ര റിസ്ക് എടുത്തത്, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ തന്നെ ചെയ്യാറില്ലാത്തൊരു കാര്യം ഞാൻ തന്നെ ചെയ്തത്, അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്നാണ് ഇവിടെ ആ ഒരു കുട്ടി പറയുക. ഇനി രണ്ടാമായിട്ട്, ഞാൻ വല്ലാണ്ട് ലേറ്റായി, എനിക്ക് പോകാനുള്ള സമയം കഴിഞ്ഞു, പക്ഷേ എനിക്ക് പോകാൻ തോന്നുന്നില്ല എന്നുള്ളൊരു വാക്ക് പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള വലിയൊരു സ്നേഹവും അടുപ്പവും തന്നെയാണ് കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ സാന്നിധ്യം അവർ ഇഷ്ടപ്പെടുന്നു, ആ ഒരു സാന്നിധ്യത്തിൽ നിന്ന് വിട്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളോട് സത്യത്തിൽ ഇങ്ങനെ ഒരു സ്നേഹവും അടുപ്പവും ഇല്ലെങ്കിൽ അവൾ പറയേണ്ടിയിരുന്നത് സമയമായി, ഞാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഞാൻ ലേറ്റായി, അപ്പോൾ അതുകൊണ്ട് ഞാൻ പോവുകയാണ്, ബൈ എന്ന് പറഞ്ഞിട്ട് പോകണം. പക്ഷേ അതിന് പകരം അവൾ പറയുകയാണ്, എനിക്ക് സമയമായി, ലേറ്റായി, പക്ഷെ എനിക്ക് പോകാൻ തോന്നുന്നില്ല, കാരണം അത്രയധികം എൻ്റെ മനസ്സ് നിന്നിലാണ്, അല്ലെങ്കിൽ നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നു എന്നൊക്കെയുള്ള ഒരു അർത്ഥം അവിടെ വരുന്നുണ്ട്. ഇനി മൂന്നാമായിട്ട്, ഞാൻ നിന്നോട് ഇതുവരെ ആരോടും പറയാത്തൊരു കാര്യം പറയാം, അല്ലെങ്കിൽ ഞാൻ ഇന്നുവരെ ആരോടും പറയാത്തൊരു രഹസ്യം നിന്നോട് പറയാം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ നിന്നെ അത്രയധികം ട്രസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവൾ നിന്നോട് അത്രയധികം മെൻ്റലി കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ നിന്നോട് അവൾക്ക് ശരിക്കും സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവൾ ആരോടും പറയാത്തൊരു കാര്യം പോലും നിങ്ങളോട് സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ പറയുന്നതും ഒക്കെ. ഇനി നാലാമായിട്ട്, നീ അടുത്ത് വരുമ്പോൾ ഒരു പ്രത്യേക സുഗന്ധമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവൾ നിങ്ങളെ ശരിക്കും മൊത്തമായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങളെക്കുറിച്ച് അവൾ ഡീപ്പായിട്ട് തിങ്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങളെക്കുറിച്ച് അവൾ ഡീപ്പായി സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതായത് അതുകൊണ്ടാണ് നിങ്ങളുടെ സ്മെല്ല് പോലും അവൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവൾക്ക് നിങ്ങളോടൊരു ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ അവൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നൊക്കെ, അല്ലെങ്കിൽ നിങ്ങളോടൊരു താല്പര്യം ഉണ്ട് എന്നുള്ളതാണ്. ഇനി അഞ്ചാമായിട്ട്, യു ആർ ഡിഫറെൻറ്റ് അല്ലെങ്കിൽ യു ആർ സ്പെഷ്യൽ എന്നൊക്കെ ആ പെൺകുട്ടി പറയുന്നുണ്ടെങ്കിലും അവൾക്ക് നിങ്ങളോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം അവൾ സാധാരണ ഒരു പുരുഷനോട്, അല്ലെങ്കിൽ അവൾക്ക് താല്പര്യം തോന്നാത്ത ഒരാളോട് ഒരിക്കലും അവൾ ഈ ഒരു വാക്ക് പറയത്തില്ല. കാരണം ഇതിലൂടെ അവൾ പറയുക, നീ എനിക്ക് സ്പെഷ്യലാണ്, നീ എനിക്ക് വ്യത്യസ്തനാണ്, അല്ലെങ്കിൽ ആണുങ്ങളുമായിട്ട് അവൾ നിങ്ങളെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിൽ ആരിലും കാണാത്ത ചില സവിശേഷതകൾ, അവൾ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ഗുണങ്ങൾ അവൾ നിന്നിൽ കാണുന്നു. അപ്പോൾ അത് അവളെ നിന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് അവൾ അവിടെ പറയുക. അപ്പോൾ അതുകൊണ്ട് അവൾ പറയുകയാണ്, യു ആർ ഡിഫറെൻറ്റ്, നീ വ്യത്യസ്തനാണ്, അതും അല്ലെങ്കിൽ യു ആർ സ്പെഷ്യൽ, നീ എനിക്ക് വളരെയധികം സ്പെഷ്യലാണ് എന്നൊക്കെ പറയുന്നതിൽ ആ ഒരു ഇഷ്ടവും സ്നേഹവും തന്നെയാണ് കാണിക്കുക. ഇനി ആറാമായിട്ട്, നീ പറ, ഇനി നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ പെൺകുട്ടികൾ പലപ്പോഴും പല കാര്യങ്ങളും ഡയറക്റ്റ് ആയിട്ട് പറയത്തില്ല, പല കാര്യങ്ങളും അവരിങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ടേ പറയത്തുള്ളൂ. അത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുമ്പോൾ ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്യുക. ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുരുഷൻ തന്നെ നേരിട്ട് മുൻകൈ എടുത്ത് ചെയ്യണം എന്നവൾ ആഗ്രഹിക്കുന്നു, അതിന് അവൾ അങ്ങ് സബ്മിസീവായിട്ട് നിന്നു കൊടുക്കാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവനെ ഒരു ഡിസിഷൻ എടുക്കാൻ അവൾ പ്രേരിപ്പിക്കുകയാണ്. അതും അല്ലെങ്കിൽ അവൻ്റെ മനസ്സിലുള്ളത് അവളോട് തുറന്നു പറയാൻ അവനൊരു ചാൻസ് കൊടുക്കുകയാണ്. അപ്പോൾ അവൻ്റെ മനസ്സിലിരിപ്പോൾ എന്താണെന്ന് അവൾക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. ചില കാര്യങ്ങളുടെ ഫസ്റ്റ് മൂവ് അവൻ എടുക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒറ്റ വാക്കിൽ യെസ് ഓർ നോ എന്ന് അവന് പറയാൻ പറ്റത്തില്ല, അത് ശരിക്കും അവൻ വിശദീകരിച്ച് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അതിൽ അവൻ്റെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവൾക്ക് അറിയാനും പറ്റും. ഇതിൻ്റെ അർത്ഥം അവൻ ആ ഒരു ഫസ്റ്റ് മൂവ് എടുക്കണം, അല്ലെങ്കിൽ അവൻ ആ ഒരു സമയം അവൻ തന്നെ ഗൈഡ് ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ അടുത്ത നിമിഷത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവന് തീരുമാനിക്കാനായിട്ട് അവൾ വിട്ടുകൊടുക്കുമ്പോൾ അവൻ എന്ത് തീരുമാനം എടുത്താലും അതിൽ കോപ്പറേറ്റ് ചെയ്യാൻ ഞാനും സന്നദ്ധയാണ് എന്ന് അവൾ പറയുകയാണ്. അതായത് അവൾ സ്നേഹിക്കുന്ന ഒരു പുരുഷനോട് മാത്രമേ അവൾ ആ രീതി പറയത്തുള്ളൂ, അല്ല വഴിയെ പോകുന്നവരോടൊന്നും ആ രീതിയിലൊരു പെർമിഷനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഫ്രീഡം അവൾ കൊടുക്കുകയില്ല എന്നുള്ളതാണ്. ഇനി ഏഴാമായിട്ട്, ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വീഡിയോ കോൾ വിളിക്കുമ്പോഴോ ഒക്കെ അവൾ പറയും, നീ ആദ്യമേ കട്ട് ചെയ്യ്, ഞാൻ കട്ട് ചെയ്യത്തില്ല. അതായത് ഫോൺ സംഭാഷണമൊക്കെ കഴിഞ്ഞു, അപ്പോൾ ഇത് അവസാനിപ്പിക്കണം,
അപ്പോൾ അവൾ പറയും ഞാനിത് അവസാനിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാനിത് കട്ട് ചെയ്യുന്നില്ല, നീ തന്നെ കട്ട് ചെയ്യണം എന്നവൾ പറയുന്നു. കാരണം അവൾക്ക് ആ ഒരു ഫോൺ സംഭാഷണം അവളുടെ ഭാഗത്തുനിന്നും കട്ട് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. കാരണം ആ ഒരു സംഭാഷണം അവൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അധികം നിങ്ങളോടൊത്ത് അവൾ കംഫർട്ടബിൾ ആണ്, നിങ്ങളോട് ഇനിയും അവൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് അവളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ അങ്ങനെ വെച്ചിട്ട് പോകുമ്പോൾ എന്തോ അതൊരു രസമില്ലാത്ത പരിപാടിയായിട്ടാണ്, അല്ലെങ്കിൽ എന്തോ അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിട്ടാണ് അവൾക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ കട്ട് ചെയ്യുവാണെങ്കിൽ അവൾക്ക് അത്ര വിഷമം ഫീൽ ചെയ്യത്തില്ല. പക്ഷെ അവൾ തന്നെ അത് അവസാനിപ്പിക്കുമ്പോൾ അവളായിട്ട് ആ ഒരു സംഭാഷണം അവസാനിപ്പിച്ച പോലെയാണ് അവൾക്ക് തോന്നുന്നത്. അവളായിട്ടാണ് ആ ഒരു സംഭാഷണം അവസാനിപ്പിക്കാതിരിക്കുന്നതെങ്കിൽ പിന്നെ അവൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം അവൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. കാരണം മറുസൈഡിലുള്ള ആ സ്നേഹിക്കുന്ന വ്യക്തിയാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ കട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അവളുടെ മനസ്സിന് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം അവൾക്ക് ആ ഒരു സ്നേഹം ഉണ്ട്. അല്ലാതെ അവൾക്ക് താല്പര്യമില്ലാത്തൊരു പുരുഷനോടാണ് സംസാരിക്കുന്നതെങ്കിൽ വേഗത്തിൽ തന്നെ ആ സംഭാഷണം അവസാനിപ്പിക്കാനായിരിക്കും ശ്രമിക്കുക. ഇനി ആ പുരുഷൻ ആ സംസാരം കുറെ കൂടി വലിച്ചു നീട്ടാൻ ശ്രമിച്ചാലും അവൾ പറയും അല്ല എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അവൾ ആ ഒരു ഫോൺ കോൾ കട്ടാക്കുന്നതുമാണ്.